ബംഗ്ലാദേശ് വിമോചനയുദ്ധം ദ ബംഗ്ലാദേശ് ലിബറേഷൻ വാർ. ബംഗ്ലാദേശ് സ്വാതന്ത്ര്യസമരം ബംഗ്ലാദേശ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നും ബംഗ്ലാദേശിന്റെ വിമോചനയുദ്ധം ലിബറേഷൻ വാർ എന്നും അറിയപ്പെടുന്ന യുദ്ധം ഒരു വിപ്ലവവും സൈനിക സമരവും ആയിരുന്നു. അന്നത്തെ കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന പ്രദേശത്തെ ബംഗ്ലാദേശി ദേശീയതയുടെയും സ്വയം നിർണയാവകാശത്തിന്റെയും സംഘടനാ പ്രവർത്തന ഫലമായി 1971 ബംഗ്ലാദേശ് കൂട്ടക്കൊലയോടനുബന്ധിച്ച് നടന്ന സമരമാണിത്. ഈ യുദ്ധഫലമായി ബംഗ്ലാദേശ് ജനകീയ റിപ്പബ്ലിക്ക് നിലവിൽ വന്നു. 1971 മാർച്ച് 25 രാത്രിയിൽ പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ സൈനിക ഭരണകൂടം ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന പേരിൽ കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങൾക്കെതിരായി നീങ്ങിയതിന്റെ ഫലമായാണ് ഈ യുദ്ധം ആരംഭിച്ചത്. കിഴക്കൻ പാകിസ്ഥാനിൽ അന്ന് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഭരണകൂടത്തിനെതിരായി അണിനിരന്ന ബംഗാളി ദേശീയ പ്രസ്ഥാനത്തിലെ അംഗങ്ങളായ സാധാരണ പൗരന്മാർ, വിദ്യാർത്ഥികൾ, ബുദ്ധിജീവികൾ, മതന്യൂനപക്ഷക്കാർ, സൈനികരും പോലീസുകാരും ആയ ഉദ്യോഗസ്ഥർ എന്നിവരെ തരംതിരിച്ച് ഇല്ലാതാക്കുവാനായി ലക്ഷ്യമിട്ട അക്രമമായിരുന്നു തുടങ്ങിയത്. സൈനിക ഭരണകൂടം 1970 നടന്ന ഇലക്ഷൻ ഫലം റദ്ദാക്കുകയും ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി ജനങ്ങൾ തിരഞ്ഞെടുത്ത ഷേഖ് മുജീബുർ റഹ്മാനെ അറസ്റ്റു ചെയ്യുകയും ചെയ്തു. 1971 ഡിസംബർ 16 പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ കീഴടങ്ങലോടെ ആ യുദ്ധം അവസാനിച്ചു. അമേരിക്കയുടെ 7ാം കപ്പൽപ്പട ഇന്ത്യൻ സമുദ്രാതിർത്തിയിലേക്ക് നീങ്ങിയപ്പോൾ അതിനേരിട്ട ധീര വനിതയാണ് ഇന്ദിരാഗാന്ധി. പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ അതിർത്തികൾ സംരക്ഷിക്കുകയും ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കുകയും ചെയ്ത ഇന്ദിരാഗാന്ധിയെ ബി.ജെ.പി. നേതാവ് അടൽ ബിഹാരി വാജ്പേയി ദുർഗാദേവിയെന്നാണ് വിശേഷിപ്പിച്ചത്. ഇന്ദിരാഗാന്ധിയെന്ന ഭരണതന്ത്രജ്ഞയുടെ ഏറ്റവും ദീർഘവീക്ഷണമുള്ള നടപടിയായിരുന്നു ബംഗ്ലാദേശ് വിമോചനം. ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നുള്ള യുദ്ധഭീഷണിയും ഒറ്റയടിക്ക് ഇന്ദിരാഗാന്ധി ഇല്ലാതാക്കി. 1971 യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യ ഏകപക്ഷീയമായ മിന്നൽ വിജയം നേടുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് കാൽനൂറ്റാണ്ട് പോലും അന്ന് തികഞ്ഞിരുന്നില്ല. ഭക്ഷണമോ വസ്ത്രമോ സമ്പത്തോ സൈന്യമോ ഇല്ലാതിരുന്ന ഒരു രാജ്യത്തെ കോൺഗ്രസ് ശാക്തീകരിച്ചിട്ടാണ് യുദ്ധം നടത്തിയത്. ഇന്ദിരാഗാന്ധിയുടെയും സേനയുടെയും ധൈര്യവും ദീർഘവീക്ഷണവുമാണ് ബംഗ്ലാദേശ് യുദ്ധത്തിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത്. കൂടുതൽ വീഡിയോകൾക്കായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക.